ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തുന്ന നേര് ജിത്തു ജോസഫ് സിനിമ ഇതിനോടകം സെൻസറിങ് കഴിഞ്ഞു. US സർട്ടിഫിക്കറ്റ് കിട്ടി. 2.5 മണിക്കൂറോളം 2 മണിക്കൂർ 32 മിനിറ്റുകളാണ് സിനിമയ്ക്കുള്ള ദൈർഘ്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തറിഞ്ഞു. ഇനി സിനിമ റിലീസാവാൻ വെറും 3 ദിവസങ്ങൾ കൂടെ ബാക്കിയാണ്. 21-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് നമുക്ക് ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്ന് പല തിയേറ്ററുകളിലേക്കും ആഡ് ചെയ്യുന്നു. മികച്ച രീതിയിലുള്ള എണ്ണമാണ് നമുക്ക് ഇതിനകത്തിൽ ഷോ കൗണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കാണുന്ന തിയേറ്ററുകളിലെല്ലാം തന്നെ 6, 5 ആ റേഞ്ചിലുള്ള ഷോസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3ഓളം സിനിമകളാണ് ഈ ഒരു സമയത്ത്, അതായത് ക്രിസ്മസ് സീസണിൽ റിലീസ് ചെയ്യുന്നത്. അത് 2 വലിയ ചിത്രങ്ങൾ തന്നെ, സലാർ അതേപോലെ തന്നെ ഷാരൂഖ് ഖാൻ്റെ സിനിമയുമാണ് വരുന്നത്. പക്ഷേ മലയാളത്തിൽ നിന്ന് എതിരാളികളില്ല എന്നുള്ളതാണ് നേരിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒന്നറിയാം, ആനയും കുതിരയും ഒക്കെ ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ആനയും പുലിയും ഒക്കെ വരുമ്പോൾ ഇവിടെ നിൽക്കുന്നത് രാജാവാണ് എന്നുള്ളത് കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ നേരെ എന്നൊരു കുഞ്ഞൻ സിനിമ, ലോ ബഡ്ജറ്റിൽ വരുന്ന മോഹൻലാൽ സിനിമ തന്നെയായിരിക്കും ഇതിൽ രാജാവാകാനും പോകുന്നത്. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയാണ്. ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ കയറാം. അഡ്വാൻസ് ആയിട്ട് തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്യാം. എന്നാലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം ഇന്ന് രാവിലെ തന്നെയാണ് ഇതിൻ്റെ മിക്ക സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല ലെവലിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇനിയും കൂടുതൽ തിയേറ്ററുകളിലേക്ക് വരും. ഇപ്പോൾ നമുക്ക് എറണാകുളത്ത് കാണാൻ കഴിയുന്നത് പാൻറ്റ് സിനിമാസൊക്കെ മാത്രമാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടും. അതായത് നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമാണിത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരുപാട് തിയേറ്ററുകളിലേക്ക് വരും. അപ്പം ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. നിങ്ങൾ ഓൾറെഡി പ്രീ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയെ വിലയിരുത്തുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ഈ സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ വിചാരങ്ങളും ഒക്കെ ഒന്ന് ഇതിനകത്തിലൊന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.